ഇത് നമ്മളൊരു അടുപ്പാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കലില്ല. ഇവിടെ ഷീറ്റിട്ട കാരണേ പെട്ടെന്ന് കറക്കാൻ ചാൻസ് ഉണ്ട് വിചാരിച്ചിട്ട്. സിമെൻറ്റും മണലും മെറ്റലും കൂട്ടിയിട്ട് കൂട്ടുകയാണ്. നമ്മൾ മിർസ് ഇവിടെ ഒക്കെ തിരിക്കാണ്. നമ്മളെ തത്തമ്മ ഇവിടെ ഉണ്ട്. കുട്ടി തത്തമ്മേ കാലെടുത്തു. കാലുവിനെ വിളിച്ച ഓളെ നമ്മൾ പണിയെടുക്കണ ഇങ്ങനെ നോക്കിയിരിക്കുക. ഓള് സാലുവിനെയും ഇവിടെ എല്ലാം എല്ലാവരും വിളിക്കൂട്ടോ. ഓളൊന്നും പറയണില്ല. ഇപ്പോൾ കോൺക്രീറ്റ് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി പാറപ്പൊടി മെറ്റലും സിമെൻറ്റൊക്കെ ഇപ്പോൾ മിക്സായി വന്നു. നമുക്കിത് ഓരോ കാലിൻ്റെ ചുവട്ടിലും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഇതുവരെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാല് വരെ ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മളിവിടെ ഒരു ഗ്യാസും കുറ്റി വെക്കാൻ പുറത്താണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ ഇട്ട് കൊടുക്കണം. നമ്മൾ അലക്ക് കല്ലാണ്. പിന്നെ ഇടയ്ക്കൊക്കെ അലക്കലുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഒരു അടുപ്പുണ്ട്. ഇതിപ്പോൾ ഉപയോഗിക്കലില്ല. ഇവിടെ ഷീറ്റിട്ട കാരണം പെട്ടെന്ന് ഷീറ്റൊക്കെ കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കലില്ല. ഇപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ഇതാട്ടെ നമ്മളെ പേരൻ്റെ ബാക്ക് ഭാഗം. അങ്ങനെ ഇതാ പോയി പറഞ്ഞ മാതിരി കോൺക്രീറ്റിൽ കഴിഞ്ഞിരിക്കുന്നു. കാലിന് നല്ലൊരു ഉറപ്പിട്ടാനാണ്, അല്ലെങ്കിൽ തുരുമ്പിടിച്ച് പോകും. അപ്പോൾ അങ്ങനെ അതിനിട്ടു. ഇതിങ്ങനെ ആ 3 കാലിനിട്ടു. ബാക്കി കുറച്ച് കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, അതുകൂടെ നിരത്തി കൊടുത്തു. ഗ്യാസ് കുറ്റി വെച്ചാണ്ട് അതിൻ്റെ 2 കാലിനും ഇട്ടു. അവിടെ ഒരു കാലുണ്ടെന്ന് അതിനിട്ട് കൊടുത്ത്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നന്നാവും, അല്ലെങ്കിൽ തുരുമ്പിടിച്ച് പോകും മണ്ണിലിങ്ങനെ കടന്നിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഭാഗം അങ്ങനെ വൃത്തിയായിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ഫുള്ളായിട്ട് ചിരക്കൽ ഇട്ട് കാണുന്ന കട്ട പതിച്ചാൽ ഉസാറാവും. ഇൻഷാ അല്ലാഹ് അതും കൂടി ചെയ്യണം.